ശ്യാമ 2019 ഫെബ്രുവരിയിലാണ് കുംഭകോണത്ത് രാമലിംഗത്തെ കൊലപ്പെടുത്തുന്നത്. ആ കേസിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്താണത്? എന്നെ രണ്ടുപേരെ കൂടി പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നഫീൽ ഹസൻ ബർഹാനുദ്ദീൻ. നേരത്തെ തന്നെ എൻ ഐ എ രണ്ടുപേരുടെയും തലയ്ക്ക് വിലയിട്ടിരുന്നതാണ്. രണ്ടുപേരുടെയല്ല, മൊത്തം ഇവരടക്കം 5 പേരുടെ തലയ്ക്ക് ഈ കേസിൽ വിലയിട്ടിരുന്നതാണ്. ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വെച്ചാണ് അന്ന് എൻ ഐ എ പ്രഖ്യാപിച്ചത്. അതിൽ ഒന്ന് ഒരു മുഹമ്മദ് അലി ജിന്ന. ഈ കേസിൽ 2 മുഹമ്മദ് അലി ജിന്നയുണ്ട്. അതുകൊണ്ട് എൻ ഐക്ക് അതൊരു തലവേനയാണ്. ശരി. 2 പ്രതികളുടെയും പേര് മുഹമ്മദ് അലി ജിന്ന എന്നാണ്. രണ്ടാമത്തെ ആള് അബ്ദുൽ മജീദ്, മൂന്നാമത്തെ ആണ് ബർഹാനുദ്ദീൻ, ഇപ്പൊ പിടിക്കപ്പെട്ട ബർഹാനുദ്ദീൻ. 3 ഷാഹുൽ ഹമീദ്, പിന്നെ അടുത്തത് നഫീൽ ഹസൻ. ഇത്രയും, അതായത് ഇപ്പൊ പിടിക്കപ്പെട്ട ആൾ. ഇതിൽ ബർഹാനുദ്ദീനെയും നഫീൽ ഹസനെയുമാണ് എൻ ഐ എ പിടികൂടിയത്. ചെന്നൈക്കടുത്ത് പള്ളിക്കോട്ട ടോളിൽ കടന്നു വന്ന ഒരു വാഹനത്തെ എൻ ഐ എ തടഞ്ഞു നിർത്തി. എൻ ഐ എ തടഞ്ഞു നിർത്താനുള്ള കാരണം എൻ ഐക്ക് കൃത്യമായ വിവരം ലഭിച്ചു, ഈ വാഹനത്തിൽ തങ്ങൾ അന്വേഷിക്കുന്ന പ്രതികൾ ഉണ്ട് എന്നുള്ളത്. അതിലുണ്ടായിരുന്നത് ബുർഹാനുദ്ദീൻ, നഫീൽ ഹസൻ, അവരെ കൂടാതെ 2 പേർ കൂടി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഒരു മുഹമ്മദ് ഇമ്രാൻ, ഒരു അബ്ബാസ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ള, നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഇന്ത്യയിലെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അനുയായികളാണ് ഈ പ്രവർത്തകരാണ് ഈ പിടിയിലായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ രാമലിംഗം കൊലക്കേസ് എന്ന് പറയുന്നത് അതെ, ആ കഥയിലേക്കാണ് പോകുന്നത്. അതിന് വലിയൊരു കഥയാണത്, വലിയ കഥയാണ്. അത് തഞ്ചാവൂർ ത്രിഭുവനത്ത് ഇയാൾ നേരത്തെ പട്ടാളി മക്കൾ കക്ഷി ഉണ്ടല്ലോ, പട്ടാളി മക്കൾ കക്ഷി പി എം കെയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് വി രാമലിംഗം. വി രാമലിംഗത്തിന് പല പല ബിസിനസ്സുകളുണ്ട്. കാറ്ററിങ് എന്നുവെച്ചാൽ വലിയ മുതലാളിയൊന്നുമല്ല, കാറ്ററിങ്, അതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ, പത്രക്കച്ചവടം, ന്യൂസ് പേപ്പറിന്റെ വിപണനം, ഇങ്ങനെയുള്ള പല പല കച്ചവടങ്ങളുള്ള വി രാമലിംഗം എന്ന് പറയുന്ന പി എം കെയുടെ ഒരു നേതാവ്. അവിടെ ആ ത്രിഭുവനത്തെ മേഖലയാകെ അയാളുടെ ഒരു അണ്ടറിലാണ് നിൽക്കുന്നത്. അയാൾ തീരുമാനിക്കുന്നത് പോലെ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന വലിയ ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലം. പി എം കെക്ക് അത്യാവശ്യ സ്വാധീനം ഈ ത്രിഭുവനത്തുണ്ട്, തഞ്ചാവൂർ ജില്ലയിലെ ആ ഒരു മേഖലയിൽ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ത്രിഭുവനം. അവിടേക്ക് പോപ്പുലർ ഫ്രണ്ട് കടന്നു വരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് 2018 മുതൽ തഞ്ചാവൂർ മേഖലയിൽ പിടിമുറുക്കാൻ ഉള്ള ശ്രമം പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നു. അതിന് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് അതിൽ മെയിൻ കക്ഷി. ഞാൻ പറഞ്ഞല്ലോ 2 പേര് ഉണ്ട്, അതിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അയാളാണ് മെയിൻ ആയിട്ടുള്ള ആള്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇതൊരു പിന്നാക്ക മേഖലയാണ്. ത്രിഭുവനത്തെ പിന്നാക്ക മേഖലയിലേക്ക് ഇവർ കടന്നു വരുന്നു. ഇവർ ലക്ഷ്യം വെക്കുന്നത് പിന്നാക്ക മേഖലയിലെ ചെറുപ്പക്കാരെയാണ്. അതായത് ജോലിയില്ലാത്ത ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ജോലിയില്ല, തൊഴിൽ രഹിതരായിട്ടുള്ള മനുഷ്യർ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം ചെറുപ്പക്കാർക്ക് ഒരു എന്താ പറയാ, നിലവിലെ സിസ്റ്റത്തോടൊരു അമർഷം ഉണ്ടാകും. വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ല എന്നാകുമ്പോൾ ചെറുപ്പക്കാർക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ സിസ്റ്റത്തോട് എതിർപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും അത് അങ്ങനെയാണ്. ഞാൻ പഠിച്ചു, എനിക്ക് മാത്രം ജോലി കിട്ടുന്നില്ല എന്നും ഉണ്ടാകുമ്പോൾ ഈ സിസ്റ്റത്തെ മൊത്തം എതിർക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാകും. അങ്ങനെയാണ് ഓരോ ചെറുപ്പക്കാർ റിബലായി മാറുന്നത്. പണ്ട് ചിലർ മാവോയിസ്റ്റ് ഒക്കെ ആയിട്ട് മാറുമായിരുന്നു. ഇപ്പൊ മാവോയിസ്റ്റുകളൊക്കെ ഏകദേശമൊക്കെ അമർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു മേഖലയിലേക്കൊന്നും അവർ പോകുന്നില്ല. അവിടേക്ക് പോപ്പുലർ ഫ്രണ്ട് കടന്നു കയറാനുള്ള ശ്രമം അന്ന് നടത്തുകയുണ്ടായി, 2018 നടത്തുകയുണ്ടായി. ഈ വി രാമലിംഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അയാൾ അതൊരു അതോറിറ്റിയാണ്, ആ ഒരു മേഖലയിലെ ഒരു അതോറിറ്റിയാണ്. അത്യാവശ്യം ആകാര ബലമുള്ള ഒരാളാണ്, ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ കേൾക്കുന്ന ഒരാൾ കൂടിയാണ്. ഇയാൾ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഈ ശ്രമമാണ് വലിയ ഒരു അറ്റാക്കിലേക്ക് കടക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പ്രേരിപ്പിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓരോ വീടുകളിൽ ചെന്ന് ചെറുപ്പക്കാരെ കാണുകയും അവരെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ കുടുംബത്തെയൊക്കെ സാമ്പത്തികമായി സഹായിക്കുകയും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചതോടുകൂടി ചെറുപ്പക്കാർക്ക് ചിലർക്ക് ഇതിനോടൊക്കെ താല്പര്യം തോന്നുന്നു. അപ്പോൾ ഈ മേഖലയിൽ ഒരു രാഷ്ട്രീയ മാറ്റമല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്നത് പറയുന്നത് ടെററിസത്തിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കിയ വി രാമലിംഗം ഇതിന് തടയിടാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
പോപ്പുലർ ഫ്രണ്ട് വരുന്ന വീടുകളിലൊക്കെ തന്നെ നേരിട്ട് പോയി അവരെ അനുനയിപ്പിച്ചു. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്, ഇപ്പോഴുണ്ടാകുന്ന ഈ താൽക്കാലികമായിട്ടുള്ള നേട്ടം നാളെ ഏതെങ്കിലും ഒരു ജയിലിൽ നിങ്ങൾ അവസാനിക്കേണ്ടി വരും. ഇപ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നാളെ ഈ രാജ്യം നിങ്ങളെ തള്ളിപ്പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാടാണ് വലുത് എന്നുള്ള കാര്യം പറഞ്ഞുകൊടുത്ത് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇവരൊരിടത്ത് കയറി പോകുന്നു, അവർ ഉറപ്പിക്കുന്നു ഈ ചെറുപ്പക്കാരൻ നാളെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നു. പിറ്റേ ദിവസം പിന്നാലെ ഇദ്ദേഹം അവിടെ ചെല്ലുന്നു. പിറ്റേ ദിവസം രാവിലെ വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഫോൺ എടുക്കില്ല. ഇതോടുകൂടി അവർ എന്തുകൊണ്ട് തങ്ങളിൽ തലേ ദിവസം ഓക്കെ പറഞ്ഞ തങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് പെട്ടെന്ന് എന്താണ് മാറ്റം വന്നതെന്ന് ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് എങ്ങനെ മാറ്റം വന്നു ഇത് സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വിവരം ഇതുപോലെ വി രാമലിംഗം എന്ന് പറയുന്ന PMKയുടെ നേതാവ് തങ്ങളുടെ ഈ പ്രവൃത്തി അറിയുന്നുണ്ടെന്നും അയാൾ ഇതിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഫെബ്രുവരി 5-ാം തീയതി 2019 ഫെബ്രുവരി 5-ാം തീയതി രാവിലെ ഇതുപോലെ തന്നെ ത്രിഭുവനത്ത് വെച്ച് ഇവർ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായ സമയത്ത് ഈ നാട്ടുകാർ ഒരു വിഭാഗം ഈ രാമലിംഗത്തിന് ഒപ്പം നിന്നു. രാമലിംഗത്തിനൊപ്പം നിന്നപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഏറ്റുമുട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ നാട് മൊത്തത്തിൽ ഇവർക്ക് എതിരാണ്. ചില മേഖലയിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയിട്ടുള്ള അടി അങ്ങനെയാണ്. ചില മേഖലകളിൽ ഇതേ സമുദായത്തിലുള്ള ആളുകൾ തന്നെ ഇവരുടെ ഈ പ്രവർത്തനത്തിന് എതിരായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ കുറെ പേരെ ഇവർ കൊന്നിട്ടുമുണ്ട്. അങ്ങനെ ഇവരെ കുറെ പേരെ കൊല്ലുകയും അപ്പോൾ ഇവർക്ക് അത് വലിയ പണിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ചില മേഖലകളിലൊക്കെ ഇവർ കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഇതേ സമുദായത്തിൽ നിന്നുള്ള മനുഷ്യർ തന്നെ ഇവരോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിന് നേതൃത്വം നൽകിയ ചിലരെയൊക്കെ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊല്ലം ജില്ലയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവർ ഒരേ സമുദായത്തിലെ ആളുകളെ കൊലപ്പെടുത്തി. അതോടുകൂടി ഇവർക്ക് പല സ്ഥലങ്ങളിൽ സമുദായം തന്നെ ഇവർക്ക് എതിരാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാർ എതിരായപ്പോൾ അതിലെല്ലാ വിഭാഗവും ഉണ്ടാകുന്നെന്ന് മനസ്സിലായ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് അന്ന് രാവിലത്തെ ആ ഒരു നീക്കത്തിൽ നിന്നും പിന്തിരിഞ്ഞു. പക്ഷേ അത് താൽക്കാലികമായിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ പോപ്പുലർ ഫ്രണ്ട് തങ്ങളെ എതിർക്കുന്നവർക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നതിന് മറുപടി നൽകുക, ആ രീതിയിൽ മറുപടി നൽകണമെന്നൊരു തീരുമാനം അവരുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി. ആ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ 12-അംഗ സംഘം കടന്നു വരികയും കടന്നു വരുന്ന സമയത്ത് രാമലിംഗത്തിൻ്റെ മകനൊപ്പം നിൽക്കുകയായിരുന്നു. ജീവനോട് തന്നെ അദ്ദേഹത്തിൻ്റെ 2 കൈകളും ഇവർ വെട്ടിയെടുത്തു എന്ന് മാത്രമല്ല, ഇവരത് അവിടുത്തെ ആളുകളുടെ, അതായത് ജനക്കൂട്ടമുള്ള മേഖലയിൽ കൊണ്ടുവന്ന് ഇട്ടു രാമലിംഗത്തിന്റെ 2 കൈ. ശേഷം അദ്ദേഹത്തെ കൊടുവാൾ കൊണ്ട്, വടിവാളല്ല കൊടുവാൾ, തേങ്ങ ഒക്കെ വെട്ടുന്നല്ല കൊടുവാൾ, കത്താൾ എന്നൊക്കെ പറയും നമ്മുടെ കയ്യിൽ, ഇതുകൊണ്ട് വെട്ടി ക്രൂരമായിട്ട്, അതായത് ഇറച്ചി വെട്ടുന്നത് പോലെ അദ്ദേഹത്തെ വെട്ടിക്കളഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ കൊലപാതകമൊക്കെ അങ്ങനെയാണ്, അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. ഒരാൾ മരണപ്പെട്ടു എന്ന് തോന്നിയാൽ പോലും ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന്റെ ക്രൂരത എത്രത്തോളം ക്രൂരമായിട്ടാണ് തങ്ങൾ ഒരാളെ കൊല്ലുന്നത്, അതായത് എതിരാളി ഭയപ്പെടണം, തങ്ങൾക്കെതിരെ നാവ് പൊങ്ങാൻ ഇനി ഒരാൾക്ക് ധൈര്യം ഉണ്ടാവരുത് എന്ന് തോന്നുന്നതിന് വേണ്ടി മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ശരീരത്തോട് അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്യാറുണ്ട്. പലയിടത്തും നമ്മളത് കണ്ടിട്ടുള്ളതുമാണല്ലോ, പല കൊലപാതകങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ക്രൂരമായി ഈ മനുഷ്യനെ അവർ കൊല ചെയ്തു. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യം ഇത് തമിഴ്നാടിൻ്റെ പോലീസ് അന്വേഷിച്ചു. പിന്നീട് ഇത് ക്യൂ ബ്രാഞ്ചിലേക്ക് വന്നപ്പോൾ ക്യൂ ബ്രാഞ്ചിൽ നിൽക്കവേ ദേശീയ അന്വേഷണ ഏജൻസി ഇതിൽ ഭീകര ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി. തുടർന്ന് 2019 മാർച്ച് മാസം 8-ാം തീയതി ഈ കേസ് NIA ഏറ്റെടുത്തു, ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. അതുവരെ ഇതിനൊരു അനക്കവുമില്ലായിരുന്നു. ഈ പ്രതികളൊക്കെ എങ്ങോട്ട് പോയി എന്ന് ഒരു പിടുത്തവുമില്ല. തുടർന്ന് ഇങ്ങോട്ട് NIA വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു അന്വേഷണമാണ് നടത്തിയത്. വ്യാപകമായ തിരച്ചിലുകൾ നടത്തി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പലരും പിടിക്കപ്പെട്ടു, പല ജില്ലകളിൽ നിന്നായിട്ട്, മധുര, അതുപോലെ തന്നെ കോയമ്പത്തൂർ, തഞ്ചാവൂർ, ഇങ്ങനെ പല ജില്ലകളിൽ നിന്നായിട്ട് പലരെയും ഇവർ പിടിച്ചു. അങ്ങനെ 12 പേരെ ഇവർ പിടികൂടി. ഈ കേസിൽ NIA 12 പേരെ പിടികൂടി. ചിലരെയൊക്കെ പിടികൂടിയത് നമ്മുടെ കൊടൈക്കനാലിലെ ഒരു ഹോട്ടലിൽ നിന്നാണ്. പ്രമുഖ ഹോട്ടലാണ് കൊടൈക്കനാലിലെ. അതിൻ്റെ മുതലാളിയുടെ ഒളിയിടത്ത് നിന്നാണ്, അതിൻ്റെ മുതലാളിയുടെ ഒരു ഗോഡൌണിൽ നിന്നാണ് ചില ഈ പറയുന്ന കേസിലെ പ്രതികളെ പിടികൂടിയത്. കൊടൈക്കനാലിൽ പോയിട്ടുള്ളവർക്കറിയാം, അമ്പൂരി ബിരിയാണി ഹോട്ടൽ അമ്പൂരി ബിരിയാണി, അത് അതിൻ്റെ ഉടമയുടെ പേര് ഇംദത്തുള്ള എന്ന് പറയുന്ന ഉടമയുടെ ഈ പറയുന്ന രഹസ്യ ഗോഡൌണിൽ നിന്നാണ് ചിലരെ NIA അന്ന് പിടികൂടിയത്. ഈ ഇംദത്തുള്ള അകത്താണ് ഇവരെ സഹായിച്ചതിന്റെ പേരിൽ ഈ
അമ്പൂരി ബിരിയാണി അല്ല, അമ്പൂർ ബിരിയാണി. അമ്പൂർ ബിരിയാണി. അമ്പൂർ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ട്, അവിടെ പോയി. അമ്പൂർ ബിരിയാണി അവിടെ കഴിച്ചിട്ടുണ്ട്. ഇത് അമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കൊടൈക്കനാലിലുണ്ട്. ഹോട്ടൽ അമ്പൂർ ബിരിയാണി എന്നാണ് അതിന്റെ പേര്. ഫേമസ് ആണ്. അപ്പോൾ അതിന്റെ ഉടമയായിട്ടുള്ള ഇംദത്തുള്ളയെ പിടികൂടി. ഇംദത്തുള്ളയുടെ ഇപ്പോൾ അവരും അകത്താണ്. അങ്ങനെ ഇത്രയും അധികം പേര് ഈ കേസിൽ NIA പിടികൂടി. പിന്നീടാണ് ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുമായി ഇവരിൽ ചിലർക്ക് ബന്ധം ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല ഇവർ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലല്ല. എന്നാൽ ചോദിക്കും ഇസ്ലാമിക് സ്റ്റേറ്റിലാണോ ഇവർ വിശ്വസിക്കുന്നത്? അതുമല്ല, അതിലുമല്ല. ഇവർക്ക് മറ്റൊരു ഭരണഘടനയാണ്, പുതിയൊരു ഭരണഘടന. ശരി. ഇസ്ലാമിക രാഷ്ട്രം ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയൊരു ഭരണഘടന ഇവർക്കുണ്ട് എന്നാണ് NIA കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ കേസിൽ മൊത്തം 20 സാക്ഷികൾ രാമലിംഗം വധക്കേസിലുണ്ട്. 20 സാക്ഷികളും ചേർന്ന് ചെന്നൈയിലെ പ്രത്യേക കോടതിയിൽ അന്ന് ഇതിന്റെ ഈ കുറ്റപത്രം സമർപ്പിച്ച ശേഷം തങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നത് ജീവന് ഭീഷണിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഹർജി അന്ന് NIA കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഇവരുടെ ഭീഷണി വലുതാണല്ലോ. അതായത് ഈ പറയുന്ന സാക്ഷിയുടെ ശബ്ദം പോലും മോഡുലേഷൻ വരുത്തി മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ പ്രതിക്ക് കേൾപ്പിക്കാവൂ എന്ന് NIA കോടതി ഉത്തരവിട്ടു. കാരണം സാഹചര്യം എന്താണെന്ന് ചെന്നൈ NIA കോടതിക്ക് കൃത്യമായി മനസ്സിലായി. മോഡുലേഷൻ ചെയ്ത് സാക്ഷിയുടെ സൗണ്ട് മാറ്റണം, വിറ്റ്നസിന്റെ സൗണ്ട് മാറ്റണം. സൗണ്ട് മാറ്റിക്കൊണ്ട് മാത്രമേ വിറ്റ്നസ് എന്ത് പറഞ്ഞു എന്ന് ഈ പറയുന്ന പ്രതിയെ കേൾപ്പിക്കാവൂ എന്നാണ് NIA അന്ന് കോടതിയിൽ ഉത്തരവിട്ടത്. ആ കേസിലെ 2 പേരെയാണ് ഇന്നലെ ഇപ്പോൾ ഈ ടോൾ ബൂത്തിന്റെ പരിസരത്ത് വെച്ച് NIA പിടികൂടിയിരിക്കുന്നത്. ഇനി മുഹമ്മദ് അലി ജിന്ന അടക്കം 2-3 പേരെ കൂടി പിടികിട്ടാൻ ഉണ്ട്. മുഹമ്മദ് അലി ജിന്ന എന്നൊക്കെയുള്ള പേരാണ് എന്നുള്ള പേരൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ മഹാനായ ഒരു നേതാവ് എന്നാണ് അദ്ദേഹത്തെ പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുസ്തകമാണ് മുഹമ്മദ് അലി ജിന്ന എൻ്റെ സഹോദരൻ, മൈ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ ജിന്നയുടെ ഒരു പുസ്തകമുണ്ട്. ജിന്ന ഒരു ദൈവതുല്യനായ മനുഷ്യൻ എന്നാണ് ഫാത്തിമ ജിന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇവർക്കെന്തായാലും ആ ഒരു സ്വഭാവം അല്ല എന്ന് പറയാൻ സാധിക്കും. സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ പണി കൊടുക്കുക. അല്ല, മുഹമ്മദ് അലി ജിന്ന അങ്ങനെ ആയിരുന്നല്ലോ, ഇന്ത്യയിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യം വേണമെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാനായ നേതാവാണ്. അവരുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹാനായ നേതാവാണ്. ഈ ബാരൽ മടക്കി വെച്ച് വെടിയൊക്കെ തൂക്കിൻ ബാരൽ തിരിച്ചു വെക്കുക, ആ പരിപാടി കാണിക്കുന്നത്. ശരി.